നമസ്കാരം. പവർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ റിയാക്റ്റീവ് പവറിനെ കുറിച്ചും സർജ് ഇംപിഡൻസ് തുടങ്ങിയവയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് എന്താണ് ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, അപ്പാരന്റ് പവർ എന്ന് നോക്കാം. മുൻ വീഡിയോകളിൽ വളരെ വ്യക്തമായി ഇതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടി ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിസിറ്റി സർക്യൂട്ടിൽ പുറത്തേക്ക് ഇലക്ട്രിസിറ്റി മറ്റുള്ള ഫോമിലേക്കുള്ള എനർജിയെ കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന എനർജി ബൈ ടൈം, അതായത് ഒരു യൂണിറ്റ് ടൈമിൽ എത്ര എനർജി മറ്റുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ അതിനെയാണ് നമ്മൾ ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. നമുക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ എനർജി ബൈ ടൈം ആണ്, അതായത് ജൂൾ പെർ സെക്കൻഡ് ആണ് വാട്ട്. ഈ കാര്യം നമുക്ക് അറിയുന്നതാണ്. ഇനി റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ഒരു AC സർക്യൂട്ടിൽ ഓരോ ഇൻസ്റ്റന്റിലും വോൾട്ടേജിലും കറണ്ടിലും ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കറണ്ടിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ആ കണ്ടക്ടറിലോട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ഉണ്ടാവുകയും ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ഇൻഡക്റ്റൻസ് ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ഇൻഡക്റ്റൻസിൽ, അതായത് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF കാരണം ഇൻഡക്റ്റൻസിൽ ഒരു എനർജി സ്റ്റോർ ചെയ്യപ്പെടും. അങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയാണ് നമ്മൾ റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത് മുൻ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി ഒരു ഹാഫ് സൈക്കിളിൽ അതിൽ സ്റ്റോർ ചെയ്യപ്പെടുകയും അടുത്ത പവറിന്റെ ഹാഫ് സൈക്കിളിൽ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ മാറുകയും സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി തിരിച്ച് സോഴ്സിലേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെ സോഴ്സിൽ നിന്ന് ലോഡിൽ ഇൻഡക്റ്റൻസിലേക്കും തിരിച്ച് സോഴ്സിലേക്കും ടു ആൻഡ് ഫ്രോ ആയി മൂവ് ചെയ്യുന്ന എനർജിയാണ് അല്ലെങ്കിൽ പവറിനെയാണ് നമ്മൾ റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത്. ഇനി ഈ ആക്റ്റീവ് പവർ അപ്പാരന്റ് പവറും കൂട്ടിയാലാണ് നമുക്ക് ആക്റ്റീവ് പവറും റിയാക്റ്റീവ് പവറും കൂട്ടിയാലാണ് നമുക്ക് അപ്പാരന്റ് പവർ കിട്ടുന്നത്. അപ്പാരന്റ് പവർ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ സോഴ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പവറിനെയാണ് നമ്മൾ അപ്പാരന്റ് പവർ എന്ന് പറയുന്നത്. അതിലൊരു പവറിന്റെ ഒരു പെർസെന്റേജ് അത് കൺസ്യൂം ചെയ്യപ്പെടാതെ തിരിച്ച് സോഴ്സിലേക്ക് എത്തുമ്പോൾ അത് റിയാക്റ്റീവ് പവർ. ഈ മൂന്ന് പവറിനെ കുറിച്ച് വ്യക്തത കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി പവർ ഫാക്ടർ, ആക്റ്റീവ് പവർ ബൈ അപ്പാരന്റ് പവറാണ് പവർ ഫാക്ടർ. അതായത് റേഷ്യോ ബിറ്റ്വീൻ നമുക്ക് പറയാം ഒരു സർക്യൂട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പവറും അതോടൊപ്പം തന്നെ സോഴ്സിൽ നിന്ന് സർക്യൂട്ടിലേക്ക് പോകുന്ന പവറും തമ്മിലുള്ള റേഷ്യോ ആണ് പവർ ഫാക്ടർ എന്ന് പറയാം. ഒരു സർക്യൂട്ടിലെ ഇൻഡക്റ്റൻസ് കൂടുകയാണെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്ന റിയാക്റ്റീവ് പവർ കൂടും. അങ്ങനെയാണെങ്കിൽ അപ്പാരന്റ് പവർ കൂടുകയും പവർ ഫാക്ടർ കുറയുകയും ചെയ്യും. ഇത്ര കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇനി ഒരു ട്രാൻസ്മിഷൻ സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ഇത് ഞാൻ വരച്ചിരിക്കുന്നത് ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. ഇത് ഒരു മോട്ടറാണ്, ഒരു ഇൻഡസ്ട്രിയിലെ മോട്ടറാണ്. അവിടത്തേക്ക് സപ്ലൈ വന്നിരിക്കുന്നത് വളരെ ദൂരെയുള്ള ഒരു ജനറേഷൻ പ്ലാന്റിൽ നിന്ന് ട്രാൻസ്മിഷൻ ലൈനുകൾ വഴി ട്രാൻസ്ഫോമർ വഴിയാണ് സപ്ലൈ വന്നിരിക്കുന്നത് വിചാരിക്കുക. നമ്മുടെ മോട്ടർ ഒരു എനർജി എടുത്ത് മോട്ടർ കറങ്ങും. ആവശ്യമായ എനർജി എന്ന് പറഞ്ഞാൽ ഈ ജനറേറ്ററിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന എനർജിയാണ്. ഈ ജനറേറ്ററിൽ നിന്ന് ഇവിടെ മോട്ടറിൽ കൺസ്യൂം ചെയ്യുന്ന എനർജി പ്ലസ് ഇവിടെ ഉണ്ടാകുന്ന ലോസുകൾ, ഈ ലൈനിലെ ട്രാൻസ്ഫോമറിലെ ലോസ് കൂട്ടിയിട്ടുള്ള എനർജി ആയിരിക്കും ജനറേറ്ററിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുക. ഈ കാര്യം നമുക്ക് അറിയുന്നതാണ്. ഇതാണ് എനർജി ആക്റ്റീവ് പവറിന്റെ കാര്യം. ഇനി റിയാക്റ്റീവ് പവറിന്റെ കാര്യം എടുത്ത് നോക്കാം. ശരിക്കും ഇവിടെ ഒരു ഇൻഡക്റ്റൻസ്, ഒരു മോട്ടറുകൾ എന്ന് പറഞ്ഞാൽ ധാരാളം വൈൻഡിങ്ങുകൾ ഉള്ളതാണ്. അവിടെ ഇൻഡക്റ്റൻസ് എഫക്ട് ഉണ്ടാവും. അങ്ങനെ ഇൻഡക്റ്റൻസ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു എനർജി സ്റ്റോർ ചെയ്യപ്പെടുകയും തിരിച്ചത് ലൈൻ വഴി സോഴ്സിലേക്ക് പോവുകയും സോഴ്സിൽ നിന്ന് വീണ്ടും മോട്ടറിലേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെ ടു ആൻഡ് ഫ്രോ ആയി മൂവ് ചെയ്യുന്നതിന് നമ്മൾ റിയാക്റ്റീവ് പവർ എന്ന് പറയും. നമുക്ക് ഇവിടെ റിയാക്റ്റീവ് പവർ ഉണ്ടാകുമ്പോൾ ഇവിടെ പവർ ഫാക്ടർ എന്ത് ചെയ്യും, കുറച്ച് ലാഗ് ചെയ്യും. നമ്മളതിന്റെ വേവ് ഫോം വരച്ച് ചെയ്യുന്നത് വോൾട്ടേജ് കറണ്ട് കുറച്ച് ലാഗ് ചെയ്യുന്നുണ്ട്. ഇനി എത്ര ലാഗ് ചെയ്യുമെന്ന് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മോട്ടറിന്റെ പവർ ഫാക്ടർ എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ ആ മോട്ടറിലെ മാഗ്നറ്റൈസിങ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു മോട്ടറിനെ സംബന്ധിച്ച് അതിന്റെ പോളുകളുടെ എണ്ണമാണ് മാഗ്നറ്റൈസിങ് കറണ്ടിന് എന്നുണ്ടെങ്കിൽ ഒരു പ്രധാന കാര്യം. പോളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് കുറയും. ഒരു 3000 സിംഗിളുടെ സ്പീഡുള്ള ഒരു ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ 2 പോളായിരിക്കും 50 ഹെർട്സിൽ ഉണ്ടാകുക. ഇങ്ങനെ പോളിന്റെ എണ്ണം കൂടുമ്പോൾ അതിന്റെ സ്പീഡ് കുറയും. അന്നേരം ലോ സ്പീഡ് മോട്ടർ ആണെങ്കിൽ പോളിന്റെ എണ്ണം കൂടുതലായിരിക്കും, അതിനനുസരിച്ച് അതിന്റെ പവർ ഫാക്ടർ കുറവായിരിക്കും. റിയാക്റ്റീവ് കമ്പോണന്റ് റിയാക്റ്റീവ് കൺസംഷൻ പവറിന്റെ കൺസംഷൻ കൂടുതലായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ്, ഈ പോയിന്റ് വോൾട്ടേജും ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് ആണ് ഞാൻ വരച്ചിരിക്കുന്നത് വിചാരിക്കുക. ഇതിൽ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് അത് നമുക്ക് V1 എന്ന് എഴുതാം. അതെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഈ വോൾട്ടേജ് പ്ലസ് ഇവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പ് ആയിരിക്കും. അതിനെ നമുക്ക് IR/IX ഡ്രോപ്പ് ചെയ്തിട്ടുള്ള IR/IX ഡ്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ IR ഡ്രോപ്പ് ചെയ്യുന്നു. ഡ്രോപ്പ് IX ഡ്രോപ്പ് ചെയ്യുന്നുണ്ടാവും. V1
എന്നാൽ ഇവിടെയുള്ള പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ വീണ്ടും ലാഗ് ചെയ്തു. ഈ കറണ്ടുമായിട്ട് ഇവിടെയുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 5-1 കൂടുതൽ ലാഗ് ചെയ്തു. ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കൂടുതൽ ലാഗിങ് എഫക്റ്റ് ആണ് ഉണ്ടാവുക. ജനറേറ്ററിലേക്ക് വരുമ്പോൾ വളരെയധികം ലാഗ് ചെയ്യാൻ സാധിക്കും. നമ്മളൊരു പവർ ഫാക്ടർ കോമ്പൻസേറ്ററോ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ, റിയാക്റ്റീവ് ജനറേറ്റ് ചെയ്യുന്നൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ വളരെയധികം ജനറേറ്ററൊക്കെ ലാഗ് ചെയ്യും. കാരണം ഇതൊക്കെ ട്രാൻസ്മിഷൻ ലൈനുകളാണ്, ട്രാൻസ്ഫോമറുകളാണ്. ഇതൊക്കെ ഒരു ഇൻഡക്റ്റൻസ് എഫക്റ്റ് ഉള്ള കമ്പോണന്റുകളാണ്. ഇങ്ങനെ ഇൻഡക്റ്റൻസ് എഫക്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടെയൊക്കെ റിയാക്റ്റീവ് പവർ കൺസ്യൂം ചെയ്യപ്പെടും. ആ റിയാക്റ്റീവ് പവറൊക്കെ ആര് ജനറേറ്റ് ചെയ്യണം? ജനറേറ്ററിൽ നിന്ന് ജനറേറ്റ് ചെയ്യണം. ശരിക്കും ഇവിടെ ഉണ്ടാകുന്ന റിയാക്റ്റീവ് പവറൊക്കെ തിരിച്ച് ജനറേറ്ററിലേക്ക് പോകുന്നത് തിരിച്ചു വരുന്നതാണ്. ഇത്ര ദൂരം അത് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന I² ലോസ് ഉണ്ടാകും. കാരണം ഇത്രയധികം ഹീറ്റ് ആയിട്ട് ഹീറ്റ് ലോസ് കൂടുതലായിരിക്കും, കണ്ടക്ടറിലുള്ള കോപ്പർ ലോസ് കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ വോൾട്ടേജ് ഇങ്ങനെ ലാഗ് ചെയ്യുമ്പോൾ വോൾട്ടേജ് ഇവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ പോയിന്റ് ഉണ്ടാകുന്ന വോൾട്ടേജിനേക്കാൾ വളരെ കുറവ് വോൾട്ടേജ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. ഇങ്ങനെ ലാഗിങ് എഫക്റ്റ് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്ന് ടെർമിനൽ വോൾട്ടേജ് വളരെയധികം കുറയും, മറ്റൊന്ന് ലോസ് ഉണ്ടാകും, മറ്റൊന്ന് ഇവിടെ ഉണ്ടാകുന്ന റിയാക്റ്റീവ് പവറിനെ എന്ത് ചെയ്യണം? അതിനാവശ്യമായ കറണ്ടിനെ കൂടി വഹിക്കാനുള്ള കപ്പാസിറ്റിയും ഈ ട്രാൻസ്ഫോമറുകൾക്ക് ഉണ്ടാകും. അന്നേരം അതിന്റെ KVA കപ്പാസിറ്റി നമ്മൾ കൂട്ടേണ്ടത് കൂടുതലായിട്ട് ഡിസൈൻ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് റിയാക്റ്റീവ് പവർ കൊണ്ട് ഉണ്ടാകുന്നത്. നമുക്ക് ഇതിനെ ഒഴിവാക്കാം. നമ്മൾ ഇവിടെ റിയാക്റ്റീവ് പവറിനെ ഇവിടുന്ന് ഉള്ള റിയാക്റ്റീവ് പവർ ഇങ്ങോട്ട് വരുന്നതിന് പകരം നമ്മൾ ഇവിടെ തന്നെ അതിനെ സർക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഇവിടെ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് പവർ ജനറേറ്റർ ആണ്. അതിന്റെ മീനിങ് ഇവിടെ കൺസ്യൂം ചെയ്യുന്ന റിയാക്റ്റീവ് പവർ തിരിച്ച് ജനറേറ്ററിലേക്ക് പോകുന്നതിന് പകരം അത് അടുത്ത സൈക്കിൾ കപ്പാസിറ്ററിലേക്ക് വരുന്നു, പിന്നെ തിരിച്ചു വീണ്ടും ഇങ്ങനെയുള്ള മൂവ്മെന്റ് ആണ് ഉണ്ടാകുക. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇവിടെയുള്ള പവർ ഫാക്ടർ, അതായത് മോട്ടോർ ടെർമിനലിലെ പവർ ഫാക്ടറിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിന്റെ ശേഷമുള്ള എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ ഇവിടെയുള്ള വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു കറണ്ട് ഇവിടെ നമ്മൾ സപ്ലൈ ചെയ്യുന്നു. ഇത് കറണ്ട് സപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയുള്ള റിയാക്റ്റീവ് കമ്പോണന്റ്, ഇവിടെയുള്ള I-sin∅ കമ്പോണന്റ് ഇല്ലാതെ അന്നേരം ഈ കറണ്ട് ശരിക്കും ഇൻഫേസ് വോൾട്ടേജ് ആയിട്ട് ഇൻഫേസ് ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ ഈ പോയിന്റിലെ വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് കറണ്ട് ഇൻഫേസ് ആണ്. ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വിചാരിച്ചാൽ ഈ മോട്ടറിന് ആവശ്യമായ റിയാക്റ്റീവ് കമ്പോണന്റ് കപ്പാസിറ്റർ സപ്ലൈ ചെയ്തു. അതല്ലെങ്കിൽ ഈ ഇൻഡക്റ്റൻസ് കാരണം അവിടെ വോൾട്ടേജ് കുറവുണ്ടാകുന്ന എഫക്റ്റിന് കപ്പാസിറ്റർ ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസാണ് കപ്പാസിറ്റർ. ചാർജ് സ്റ്റോർ ചെയ്ത ചാർജിന് സപ്ലൈ ചെയ്തുകൊണ്ട് അതിനെ ആ റിയാക്റ്റീവ് കമ്പോണന്റിനെ അല്ലെങ്കിൽ അവിടെ ഒഴിവാക്കി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വീണ്ടും ലാഗിങ് തന്നെയാണ് വരുന്നത്. കാരണം ഒരു കൺസ്യൂമർ സംബന്ധിച്ച് അയാൾ അവിടെ യൂണിറ്റി പവർ ഫാക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഉണ്ടാകുന്ന മെച്ചം എന്ന് പറഞ്ഞാൽ അവിടെ നല്ല വോൾട്ടേജ് കിട്ടും. അതോടൊപ്പം തന്നെ വോൾട്ടേജിൽ കാര്യമായ കുറവുണ്ടാവില്ല. പിന്നെ പുള്ളിക്ക് KCBയെ സംബന്ധിച്ച് പവർ ഫാക്ടർ 0.9 കുറഞ്ഞു കഴിഞ്ഞാൽ പെനാൽറ്റി അധിക ചാർജ് കൊടുക്കേണ്ടി വരും, അത് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പുള്ളിക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. പക്ഷെ KCBക്ക് എനർജി മാത്രം, ശരിക്കും പറഞ്ഞാൽ KCBക്ക് ഇതിന് ആവശ്യമായ ആക്റ്റീവ് പവർ അല്ലെ എനർജി മാത്രം സപ്ലൈ ചെയ്താൽ റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യാം. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും ലാഗ് ചെയ്യുന്ന അവസ്ഥ വരും, അതിനനുസരിച്ച് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഓരോ സബ്സ്റ്റേഷൻ, പ്രധാനപ്പെട്ട സബ്സ്റ്റേഷനുകളിലൊക്കെ കപ്പാസിറ്റർ ബാങ്കുകൾ കൊടുക്കും. ഇങ്ങനെ കപ്പാസിറ്റർ ബാങ്കുകൾ കൊടുത്താൽ നമുക്ക് ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് റിയാക്റ്റീവ് പവർ ലൈനിലേക്ക് വേണ്ട റിയാക്റ്റീവ് പവർ കപ്പാസിറ്റർ ബാങ്കിൽ നിന്ന് കൊടുക്കുകയും ആക്റ്റീവ് പവർ എന്നാൽ ജനറേറ്റിംഗ് പ്ലാന്റിൽ നിന്ന് വരുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകാൻ പറ്റും. അന്നേരം സാധാരണ രീതിയിൽ പകൽ സമയങ്ങളിലൊക്കെ ലൈനിലോട്ടുള്ള ലോഡ് കുറവായിരിക്കും. ഈ സമയങ്ങളിൽ റിയാക്റ്റീവ് പവർ, അതായത് ലൈനിലേക്കുള്ള റിയാക്റ്റീവ് പവർ, ലൈനുകളുടെ റിയാക്റ്റീവ് പവർ എന്നാൽ I² × XL ആണ്. ലൈനുകളുടെ റിയാക്റ്റീവ് പവർ I² × XL. അന്നേരം I കുറയുന്ന പകൽ സമയം ലോഡ് കുറയുമ്പോൾ ഈ റിയാക്റ്റീവ് പവർ കമ്പോണന്റ് അല്ലെങ്കിൽ റിയാക്റ്റീവ് പവർ ആവശ്യം കുറവാണ്. എന്നാൽ ആ സമയത്ത് ചിലപ്പോൾ പകൽ സമയങ്ങളിൽ കപ്പാസിറ്റർ വളരെയധികം അല്ലെങ്കിൽ കൂടുതൽ കപ്പാസിറ്ററുകൾ ലൈനിലുണ്ട് വരില്ല. എന്നാൽ രാത്രിയാകുമ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സാണ് കേരളത്തിലൊക്കെ കൂടുതൽ, അന്നേരം ലോഡ് കൂടും. അതിനനുസരിച്ച് I² × XL കൂടുമ്പോൾ കപ്പാസിറ്റർ ബാങ്കുകൾ ഇട്ടുകൊണ്ട് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ KCB അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ സ്ഥാപനങ്ങൾ ശ്രമിക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ റിയാക്റ്റീവ് പവർ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. ഇനി ഓവർ കോമ്പൻസേഷൻ ആയാലും പ്രശ്നമാണ്, കാരണം വോൾട്ടേജ് ടെർമിനൽ വോൾട്ടേജ് കൂടാൻ സാധ്യത, ഫെറാൻഡി എഫക്റ്റ് പോലെ വോൾട്ടേജ് കൂടാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വെച്ച് അങ്ങനെ വോൾട്ടേജ് കൂടുമ്പോൾ സാച്ചുറേഷൻ കാരണം ഹാർമോണിക്സ് കമ്പോണന്റ് കൂടാൻ സാധ്യത ഉണ്ട്. നമ്മളെ ഡിവൈസുകൾക്ക് അല്ലെങ്കിൽ നമ്മളെ ഇൻസുലേറ്ററുകൾക്ക് ഡാമേജ് ഒക്കെ ഉണ്ടാകാൻ സാധ്യത. എന്നാലും ഇനി നമുക്ക്
കപ്പാസിറ്ററുകൾ മാത്രമല്ല, അതോടൊപ്പം തന്നെ നമ്മള് സിങ്ക്രോണസ് കണ്ടൻസറുകൾ, സിങ്ക്രോണസ് മോട്ടറുകളെ ഓവർ എക്സിറ്റേഷനിൽ ഓടിച്ചു കഴിഞ്ഞാൽ അത് കപ്പാസിറ്റർ അല്ലെങ്കിൽ കപ്പാസിറ്റർ പോലെ തന്നെ റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും. പിന്നെ ജനറേറ്ററും ലോഡ് വളരെ അടുത്തുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ നമ്മളിപ്പം ഇൻഡസ്ട്രിയിലേക്ക് നമ്മളെ ഡീസൽ ജനറേറ്റർ ഉപയോഗിക്കാൻ നമ്മൾ കപ്പാസിറ്റർ ബാങ്ക് കൊടുക്കാറില്ല. കാരണം അത് വളരെ അടുത്താണ്, അത് അത്രയധികം ലാഗ് ചെയ്യാൻ അല്ലെങ്കിൽ ACB പോലെ ലാഗിങ് കൊണ്ട് അവിടെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. സാധാരണ ജനറേറ്ററുകളിലേക്ക് 0.8 PF വരെ നമുക്ക് അതിന്റെ നെയിം പ്ലേറ്റിൽ ലാഗ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലായിരിക്കും മിക്ക ജനറേറ്ററുകൾ ഉണ്ടാകും. ഇനി നമുക്ക് സർജ് ഇംപിഡൻസ്, ഇതുമായി ബന്ധപ്പെട്ട് സർജ് ഇംപിഡൻസ് ലോഡ് ചെയ്യുന്നതിനും പ്രാധാന്യമുണ്ടോ നമുക്ക് നോക്കാം. അതായത് ഇതുപോലെ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട്, 2 സബ്സ്റ്റേഷനുകളെ ബന്ധിക്കുന്ന ട്രാൻസ്മിഷൻ ലൈൻ. ആ ലൈൻ എന്തൊക്കെയുണ്ട്? ആ ലൈനിൽ കണ്ടക്ടറുകൾ വെച്ചിട്ടാണ് നമ്മൾ ലൈൻ വലിച്ചിരിക്കുന്നത്. അന്നേരം അതിലൂടെ കറണ്ട് പോകുമ്പോൾ അവിടെ ഇൻഡക്ടൻസ് ഉണ്ട്, സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഉണ്ട്, റിയാക്റ്റീവ് പവർ കൺസംപ്ഷൻ ഈ ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ടാവും. അങ്ങനെ ഈ ലൈനിലൂടെ പോകുന്ന റിയാക്റ്റീവ് പവർ നമുക്ക് I²X എഴുതുന്നത്. ഇനി ഈ ട്രാൻസ്മിഷൻ ലൈനുകൾ എന്ന് പറഞ്ഞാൽ ടവറുകളിലൂടെയാണ് വലിച്ചിരിക്കുന്നത്. ടവറും ഇതും തമ്മിൽ ഇൻസുലേറ്റർ വഴിയാണ് വലിച്ചിരിക്കുന്നത്. ശരിക്കും ഈ ലൈനും അടുത്ത ലൈനും 2 കണ്ടക്ടർ പോലെയും, അല്ലെങ്കിൽ ഈ ലൈനും ഭൂമി 2 കണ്ടക്ടർ പോലെ വരയ്ക്കും. ഇതിന്റെ ഇടയിൽ ഡൈലക്ട്രിക് മീഡിയം പോലെ ഇൻസുലേറ്റർ വെച്ചിട്ടുണ്ട്. അതായത് ശരിക്കും കപ്പാസിറ്റർ എഫക്ട് തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. അന്നേരം ഇങ്ങനെ ഒരു കപ്പാസിറ്റർ ഉണ്ടാകുമ്പോൾ ഈ വോൾട്ടേജ് ഇതിന്റെ വോൾട്ടേജ് ബൈ എക്സ്, വോൾട്ടേജ് ബൈ അതിന്റെ എക്സി, അതായത് ആയിരിക്കും അവിടെ V²/X ആയിരിക്കും. അവിടെ റിയാക്റ്റീവ് പവർ, ആ കപ്പാസിറ്റൻസ് എഫക്ട് കൊണ്ട് ഉണ്ടാകുന്ന ഇൻസുലേറ്ററിന്റെ അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് എഫക്ട് കൊണ്ട് ഉണ്ടാകുന്ന ജനറേഷനിൽ V²/X ആയിരിക്കും. ഇനി I²X ഈക്വൽ ടു V²/X ആണെന്ന് വിചാരിക്കുന്നത്. അതായത് ആ ട്രാൻസ്മിഷൻ ലൈനിലെ റിയാക്റ്റീവ് പവർ കൺസംഷൻ ഈക്വൽ ടു റിയാക്റ്റീവ് പവർ ജനറേഷൻ. അത് ഏതൊരു പ്രത്യേക ലോഡിലാണ് അങ്ങനെ എത്തുക. I²XL ഈക്വൽ ടു V²/X. കാരണം ഇതിൽ V നമ്മൾ ചേഞ്ച് ചെയ്തില്ല. ഓരോ ട്രാൻസ്മിഷൻ ലൈൻ 110 അല്ലെങ്കിൽ 220 ആ ലെവലായിരിക്കും, അതിന് കാര്യമായി ചേഞ്ച് ചെയ്യുന്നില്ല. എന്നാൽ ലോഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോഡ് ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തുന്ന കണ്ടീഷനിൽ അതിലെ റിയാക്റ്റീവ് പവർ ജനറേഷൻ ഈക്വൽ ടു റിയാക്റ്റീവ് പവർ കൺസംഷൻ. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഈ ട്രാൻസ്മിഷൻ ലൈനിൽ റിയാക്റ്റീവ് പവർ നമ്മൾ പുറത്തുനിന്ന് സപ്ലൈ ചെയ്യേണ്ട, ഇവിടെ നിന്ന് എടുക്കുന്നില്ല എന്നൊരു കണ്ടീഷൻ വരും. കാരണം ഇവിടെ യൂണിറ്റി UPF ലോഡാണ് നമ്മൾ കണക്ട് ചെയ്തതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ റിയാക്റ്റീവ് പവർ ആ ട്രാൻസ്മിഷൻ ലൈനിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യമേ വരും. ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ നമുക്ക് ഈ ട്രാൻസ്മിഷൻ ലൈനിന്റെ വോൾട്ടേജ് നമ്മൾ IR ഡ്രോപ്പിനെ കൺസിഡർ ചെയ്തിട്ട് അത് വളരെ കുറവായിരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈനാണ് എടുക്കുന്നത്. അങ്ങനെ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എല്ലാ പോയിന്റും സെയിം ആയിരിക്കും. സെൻഡിങ്ങിന്റെയും റിസീവിങ്ങിന്റെയും ഓരോ പോയിന്റിലും വോൾട്ടേജ് സെയിം ആയിരിക്കും നമ്മൾ പറയും. ഇതിനെയാണ് സർജ് ഇംപിഡൻസ്. ഈ ലോഡിനെയാണ് സർജ് ഇംപിഡൻസ് ലോഡ് എന്ന് പറയുന്നത്. അതായത് റിയാക്റ്റീവ് പവർ ജനറേഷൻ ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ ഈക്വൽ ടു റിയാക്റ്റീവ് പവർ കൺസംപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ കണ്ടീഷൻ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് V² ആണ്. V²/I² ഈക്വൽ ടു X വരും. XL X വരും. ഇനി നമ്മൾ ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് V/I Z² എഴുതാം. Z² ഈക്വൽ ടു L/C, Z ഈക്വൽ ടു √L/C. Z എന്ന് പറഞ്ഞാൽ കാരക്ടറിസ്റ്റിക്സ് ഇംപിഡൻസ് എന്നാണ് എഴുതുന്നത്, അല്ലെങ്കിൽ അതിന്റെ സർജ് ഇംപിഡൻസ് എന്നാണ് എഴുതുന്നത്. ഈ കണ്ടീഷനിൽ L/C ആണ്. അതായത് ഏത് ലോഡിലാണോ നമ്മൾ ഇവിടെ ടെർമിനൽ കൊടുത്താൽ അത്ര കറണ്ട് പോകുന്ന കണ്ടീഷനിൽ ഇതിലെ റിയാക്റ്റീവ് പവർ ജനറേഷൻ റിയാക്റ്റീവ് പവർ കൺസംപ്ഷൻ ആയിരിക്കും. എന്നാൽ ഇങ്ങനെയുള്ള ഒരു ലോഡ് ഈ സെറ്റ് നമ്മളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ കറണ്ട് ആണ് ഇതിലൂടെ പോവുക. ആ കറണ്ട് കണ്ടീഷനിൽ ഞാൻ പറഞ്ഞ റിയാക്റ്റീവ് പവർ ജനറേഷൻ റിയാക്റ്റീവ് പവർ കൺസംപ്ഷൻ ആയിരിക്കും. ഇനി നമുക്കൊരു ട്രാൻസ്മിഷൻ ലൈനെ സംബന്ധിച്ച് അതിന്റെ ഇൻഡക്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. കാരണം അതിൽ മുഴുവൻ കമ്പികളാണ്. അതിൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ടവറുകളിൽ വരുന്ന പോയിന്റുകളിൽ വരുന്ന ഇൻസുലേറ്റർ മാത്രമേ ഡയലക്ട്രിക് മീഡ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ബാക്കി എയറാണ് ഡയലക്ട്രിക് മീഡ്. അതുകൊണ്ട് അതിലെ കപ്പാസിറ്റൻസ് വളരെ കുറവായിരിക്കും, ഇൻഡക്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. അത് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനുകളിലേക്ക് സർജ് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലും, സർജ് ഇംപിഡൻസ് ലോഡിങ് വളരെ കുറവായിരിക്കും. ഇംപിഡൻസ് കൂടുമ്പോൾ അതിന്റെ ലോഡിങ് ആ കറണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. എന്നാൽ കേബിളിനെ സംബന്ധിച്ച് ത്രൂ ഔട്ട് ഇൻസുലേഷൻ ഉണ്ട്. അവിടെയുള്ള കപ്പാസിറ്റൻസ് ഇൻഡക്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലായിരിക്കും. എന്നാൽ കേബിളിലെ സർജ് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും, ഇംപിഡൻസ് കുറവായിരിക്കും. എന്നാൽ ഇംപിഡൻസ് കുറവാകുമ്പോൾ അതിനനുസരിച്ചുണ്ടാകുന്ന ലോഡ് വളരെ കൂടുതലായിരിക്കും. അതോടെ പോകുന്ന
സർജ് ഇംപിഡൻസ് ലോഡിംഗ് എന്ന് വളരെ കൂടുതലായിരിക്കും. എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ട്രാൻസ്മിഷൻ ലൈന് വളരെ എന്താണ് ഈ സർജ് ഇംപിഡൻസ് ലോഡിങ്ങിന് മുന്നേ ആണെങ്കിൽ, അതായത് സർജ് ഇംപിഡൻസ് ലോഡ് എത്തുന്നവരെയാണെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ ലൈനോ അല്ലെങ്കിൽ കേബിളോ ഒരു കപ്പാസിറ്റൻസ് എഫക്ട്, അതായത് റിയാക്റ്റീവ് പവർ ജനറേറ്റ് ചെയ്യുന്ന എഫക്ട് ആണ്. എന്നാൽ സർജ് ഇംപിഡൻസ് ലോഡിങ് കഴിഞ്ഞ് ലോഡ് കൂടുകയാണെങ്കിൽ അത് ഇൻഡക്റ്റീവ് എഫക്ട് ആണ് ഉണ്ടാകുന്നത്. നേരെ ഒരു കേബിളിനെ സംബന്ധിച്ച് അത് ഒരു സാധാരണ ലോഡുകളിലൊക്കെ റിയാക്റ്റീവ് പവർ ജനറേഷൻ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. എന്നാൽ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് പവർ കൺസപ്ഷൻ ആയിരിക്കും. എന്നാൽ നമ്മൾ കേബിളുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമുക്ക് കപ്പാസിറ്റർ ബാങ്കുകളൊക്കെ പവർ ഫാക്ടർ കോമ്പൻസേഷന് വേണ്ടി അധികം ഉപയോഗിക്കേണ്ട ആവശ്യകത വരില്ല. കാരണം അവിടെ കേബിൾ തന്നെ ഒരു കപ്പാസിറ്റർ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ലോ ലോഡ് കണ്ടീഷനിൽ കേബിൾ കപ്പാസിറ്റർ കാരണം എഫക്ട് കാരണം ഫെറാഞ്ചി എഫക്ട് കാരണം സെൻഡിങ് എൻഡിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് ആയിരിക്കും റിസീവിംഗ് എൻഡിൽ ഉണ്ടാവും. ഈ കണ്ടീഷനിൽ ചിലപ്പോൾ നമ്മൾ ഷണ്ട് കപ്പാസിറ്റർ നമ്മളുടെ പവർ ഫാക്ടർ കോമ്പൻസേറ്റ് ചെയ്യാൻ കൊടുത്ത പോലെ അവിടെ ചിലപ്പോൾ ഷണ്ട് റിയാക്ടറുകൾ കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രം നമുക്ക് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്ത് കൂടി പോകാതെ നിലനിർത്താൻ പറ്റും. അന്നേരം റിയാക്റ്റീവ് പവറിനെ കുറിച്ചും ട്രാൻസ്മിഷൻ ലൈനിലെ റിയാക്റ്റീവ് പവറിനെ കുറിച്ചും സർജ് ഇംപിഡൻസിനെ കുറിച്ചും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നന്ദി.